ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നലെ നമ്മൾ പറഞ്ഞ വിഷയം എന്തായിരുന്നു? മാജിക്കൽ പ്രാക്ടീസ് ചെയ്തു. എത്ര പേര് പ്രാക്ടീസ് ചെയ്തു? ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത വിഷയത്തിൻ്റെ പേരാണ് മാജിക്കൽ ഹെൽത്ത്. ഇന്ന് നമ്മൾ ചെയ്തത് നമ്മുടെ ആരോഗ്യത്തിനെക്കുറിച്ചും നമ്മുടെ ഓരോ ഓർഗൻസ്, ഓരോ അവയവങ്ങൾ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ ഈ അവയവത്തിന് നന്ദി, എൻ്റെ ആരോഗ്യത്തിന് നന്ദി, എൻ്റെ ബുദ്ധിക്ക് നന്ദി തുടങ്ങിയ കാര്യങ്ങൾക്ക് നന്ദി പറയുകയും അത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡായിട്ട് എഴുതി വയ്ക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മിറർ ടെക്നിക്ക് നമ്മൾ പറഞ്ഞിരുന്നു. കണ്ണാടി ഫ്രണ്ടിലോട്ട് വെച്ച് നമ്മുടെ ഓരോ ഭാഗങ്ങളെയും, നമ്മുടെ തന്നെ ശരീരത്തെയും നമ്മുടെ സൗന്ദര്യത്തെയും തന്നതിന് ആ യൂണിവേഴ്സിനോട്, ആ ശക്തിയോട് നന്ദി പറയുന്ന ഒരു കാര്യമാണ് ഇന്നലെ ചെയ്തിരുന്നത്. ഇന്ന് നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്ത വിഷയത്തിലോട്ട് കിടക്കാം. എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പൈസ, അല്ലേ? മണി എന്ന് പറയുന്ന, മണി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ നമുക്ക് മിക്കവാറുള്ള കാര്യങ്ങളും നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പൈസ വളരെ ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. പൈസ മാത്രമാണോ ആവശ്യമെന്ന് ചോദിച്ചാൽ അതല്ല, പക്ഷേ വളരെ ആവശ്യമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ എന്താ പറയുക, എനിക്ക് പൈസ ഇല്ല, എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ എനിക്ക് എത്ര പൈസ കിട്ടിയാൽ സന്തോഷമാകും എന്നുള്ളൊരു ലിമിറ്റ് ചോദിച്ചാൽ അതും നമുക്കറിയില്ല, അല്ലേ? അപ്പം നമ്മൾ ഇന്ന് മുതൽ ചെയ്യേണ്ട കാര്യം, നമ്മുടെ കയ്യിൽ 1 രൂപ ഉണ്ടെങ്കിൽ ആ 1 രൂപയ്ക്ക് നന്ദി പറയും. താങ്ക് യു ഗോഡ്, അല്ലെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് ഫോർ ദിസ് 1 റുപ്പി. എൻ്റെ കയ്യിൽ 1 രൂപയെങ്കിലും ഉണ്ട്, ഇതിന് നന്ദി ദൈവമേ. അതുപോലെ നമ്മൾ ഇല്ലായ്മകളെക്കുറിച്ച് എനിക്കില്ല, എനിക്കതില്ല, ഇതില്ല എന്ന് കഴിയുന്നതും പറയാതിരിക്കുക. കാരണം അങ്ങനെ നമ്മൾ നെഗറ്റീവ് പറയുമ്പോൾ ഈ നെഗറ്റിവിറ്റിയാണ് നമ്മളിലോട്ട് അട്രാക്റ്റഡ് ആകുന്നത്. അതിന് പകരം എൻ്റെ കയ്യിലുള്ള പൈസയ്ക്ക് നന്ദി, നിന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ്, നിന്നെ ഞാൻ അത്ര ഇഷ്ടപ്പെടുന്നു. ഒരാൾക്കൊരു പൈസ കൊടുക്കുകയാണെങ്കിൽ പോലും നിന്നെ എനിക്ക് അത്ര ഇഷ്ടമാണ്, നീ പോയിട്ട് എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്തോട്ട് തിരിച്ചു വരണം, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുക. പിന്നെ ഉള്ള ധനത്തിന് നന്ദി പറയാൻ പഠിക്കുക. പിന്നെ യൂണിവേഴ്സിനോട് നമ്മൾ പറയാം, എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഇത്രയും കാലം നിങ്ങൾ പല രീതിയിൽ എനിക്ക് പൈസ തന്നിട്ടുണ്ടല്ലോ, പല രീതിയിൽ എനിക്ക് ധനം തന്നിട്ടുണ്ടല്ലോ, ആ ധനത്തിനെല്ലാം നന്ദി. അതുപോലെ ഒരു കടയിൽ നമ്മൾ പോയിട്ട് ഒരു ഡിസ്കൗണ്ട് കിട്ടുകയാണ്, അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിയിട്ട് അത് തിരിച്ചു തരികയാണ്, ഈ ഇൻസ്റ്റൻറ്റിലൊക്കെ നമ്മൾ നന്ദി പറയും. അതുപോലെ പൈസ നമ്മൾ ചിലവാക്കുമ്പോൾ സങ്കടപ്പെട്ട് ചിലവാക്കരുത്. നമ്മൾ സന്തോഷത്തോടു കൂടിയിട്ട് ആ പൈസ ചിലവാക്കുക. ആ പൈസയോട് പറയാം, നീ പോയി എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് പറയാം. പിന്നെ നമ്മൾ ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു ചാർട്ട് പേപ്പറോ വല്ലതും എടുത്തിട്ട് ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കുക. അതിൽ നമ്മൾ എഴുതി വയ്ക്കുക, നമ്മൾ നല്ല ധനവാനായിട്ട് അല്ലെങ്കിൽ നല്ല പൈസയൊക്കെ ആയിട്ടുള്ള ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാകുമല്ലോ, അത് നമ്മൾ അതിൽ ഒട്ടിച്ച് വെക്കുക, അല്ലെങ്കിൽ അതിൽ എഴുതി വെക്കുക, ഞാൻ എല്ലാ ദിവസവും പൈസയെ ആകർഷിക്കുന്നു, ഞാൻ വളരെ റിച്ചാണ്, ഞാൻ വളരെ സമ്പന്നനാണ്, ഞാൻ പൈസ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാന്തമാണ്. പിന്നെ പൈസ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് എന്നിലോട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്, എൻ്റെ ബാങ്ക് ബാലൻസ് ഓരോ ദിവസവും കൂടി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ബുക്കിൽ എഴുതുക, ഒരു പേപ്പറിൽ, ഒരു ചാർട്ട് പേപ്പറിൽ എഴുതിയിട്ട് ചുമരിലൊട്ടിക്കുക. ഇത് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടും ഇതിലൊക്കെ എഫക്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നിങ്ങളിത് ഞാൻ പറയുന്ന പോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. മനസ്സിരുത്തി, ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മനസ്സിരുത്തി എൻജോയ് ചെയ്ത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കൂ. 100% ഗ്യാരണ്ടി എനിക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൻ്റെ പേര് മാജിക്കൽ മണി എന്നാണ്. താങ്ക് യു സോ മച്ച്. സീ യു ഓൺ ദ നെക്സ്റ്റ് ഡേ. താങ്ക് യു. ബൈ.